ഏത് ആക്ട് പ്രകാരമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത്? ഏത് ആക്ട് പ്രകാരമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത്? ഉത്തരം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005. ഏത് ആക്ട് പ്രകാരമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005. 2020-21 വർഷത്തിലെ അനീരിയ മുക്ത് ഭാരത് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം? 2020-21 വർഷത്തിലെ അനീരിയ മുക്ത് ഭാരത് ഇൻഡെക്സിൽ 1-ാമതെത്തിയ സംസ്ഥാനം? മധ്യപ്രദേശ്. 2020-21 വർഷത്തിലെ അനീരിയ മുക്ത് ഭാരത് ഇൻഡെക്സിൽ 1-ാമതെത്തിയ സംസ്ഥാനം? മധ്യപ്രദേശ്. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ ആകെ ഊർജം? ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ ആകെ ഊർജം? നെഗറ്റീവ്. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ ആകെ ഊർജം? നെഗറ്റീവ്. ആദ്യമായി ഇസ്രായേൽ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ആദ്യമായി ഇസ്രായേൽ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആദ്യമായി ഇസ്രായേൽ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ആനമുടി. പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവ പിടിച്ചടക്കുവാൻ വേണ്ടി ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷന്റെ പേരെന്ത്? പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവ പിടിച്ചടക്കുവാൻ വേണ്ടി ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷന്റെ പേരെന്ത്? ഓപ്പറേഷൻ വിജയ്. പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവ പിടിച്ചടക്കുവാൻ വേണ്ടി ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷന്റെ പേരെന്ത്? ഓപ്പറേഷൻ വിജയ്. ഏതിൻ്റെ ആപ്തവാക്യമാണ് അഹോരാത്രം ജാഗ്രത? ഏതിൻ്റെ ആപ്തവാക്യമാണ് അഹോരാത്രം ജാഗ്രത? നാവികസേന. ഏതിൻ്റെ ആപ്തവാക്യമാണ് അഹോരാത്രം ജാഗ്രത? നാവികസേന. ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്? ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹി. ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹി. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായ ഹാരപ്പ കണ്ടെത്തിയത്? സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായ ഹാരപ്പ കണ്ടെത്തിയത്? ദയാറാം സാഹ്നി. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായ ഹാരപ്പ കണ്ടെത്തിയത്? ദയാറാം സാഹ്നി. മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്? മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്? വില്യം ജോൺസ്. മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്? വില്യം ജോൺസ്. ആദ്യ ജൈനമത സമ്മേളനം നടന്നതെവിടെ? ആദ്യ ജൈനമത സമ്മേളനം നടന്നതെവിടെ? പാടലീപുത്രം. ആദ്യ ജൈനമത സമ്മേളനം നടന്നതെവിടെ? പാടലീപുത്രം. കാർഷിക പുരോഗതിക്ക് വേണ്ടി ജലസേചന പദ്ധതികൾ നടപ്പിലാക്കിയ തുഗ്ലക് ഭരണാധികാരി? കാർഷിക പുരോഗതിക്ക് വേണ്ടി ജലസേചന പദ്ധതികൾ നടപ്പിലാക്കിയ തുഗ്ലക് ഭരണാധികാരി? ഫിറോസ് ഷാ തുഗ്ലക്. കാർഷിക പുരോഗതിക്ക് വേണ്ടി ജലസേചന പദ്ധതികൾ നടപ്പിലാക്കിയ തുഗ്ലക് ഭരണാധികാരി? ഫിറോസ് ഷാ തുഗ്ലക്. മുഗൾ രാജവംശം നിലവിൽ വന്ന വർഷം? മുഗൾ രാജവംശം നിലവിൽ വന്ന വർഷം 1526. മുഗൾ രാജവംശം നിലവിൽ വന്ന വർഷം 1526. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി? 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി? ബഹദൂർ ഷാ. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി? ബഹദൂർ ഷാ. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനം പിൻവാങ്ങിയ വിദേശ ശക്തി? ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനം പിൻവാങ്ങിയ വിദേശ ശക്തി? പോർച്ചുഗീസ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനം പിൻവാങ്ങിയ വിദേശ ശക്തി? പോർച്ചുഗീസ്. പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ? പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ? ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ? ആത്മാറാം പാണ്ഡുരംഗ്. ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയതലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന ദേശീയ സമിതി? ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയതലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന ദേശീയ സമിതി? ലോക്പാൽ. ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയതലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന ദേശീയ സമിതി? ലോക്പാൽ. 2017 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാര്? 2017 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാര്? റാഫേൽ നഡാൽ. 2017 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാര്? റാഫേൽ നഡാൽ. സർവീസിൽ നിന്നും വിരമിച്ച ആരെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്? സർവീസിൽ നിന്നും വിരമിച്ച ആരെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്? ഹൈക്കോടതി ജഡ്ജി. സർവീസിൽ നിന്നും വിരമിച്ച ആരെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്? ഹൈക്കോടതി ജഡ്ജി. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ഡെറാഡൂൺ. ആരാണ് കല്ലേൽ പൊക്കുടൻ? ആരാണ് കല്ലേൽ പൊക്കുടൻ? പരിസ്ഥിതി സംരക്ഷകൻ. ആരാണ് കല്ലേൽ പൊക്കുടൻ? പരിസ്ഥിതി സംരക്ഷകൻ.
നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ ആസ്ഥാനം. നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ ആസ്ഥാനം വിശാഖപട്ടണം. നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ ആസ്ഥാനം വിശാഖപട്ടണം. കൊച്ചിയെയും ധനുഷ്കോടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത. കൊച്ചിയെയും ധനുഷ്കോടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത NH49. കൊച്ചിയെയും ധനുഷ്കോടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത NH49. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഷിയോനാഥ്. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഷിയോനാഥ്. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഷിയോനാഥ്. നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ. നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ അരവിന്ദ് പണകാരി. നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ അരവിന്ദ് പണകാരി. അപ്പോൾ ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം. ഏത് ആക്ട് പ്രകാരമാണ് കേരള ദുരന്ത നിവാരണി അതോറിറ്റി രൂപീകരിച്ചത്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005. 2020-21 വർഷത്തിലെ അനീരിയ മുക്ത് ഭാരത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം മധ്യപ്രദേശ്. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ്റെ ആകെ ഊർജം നെഗറ്റീവ്. ആദ്യമായി ഇസ്രായേൽ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവ പിടിച്ചെടുക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷൻ്റെ പേരെന്ത്? ഓപ്പറേഷൻ വിജയ്. ഏതിൻ്റെ ആപ്തവാക്യമാണ് അഹോരാത്രം ജാഗ്രത? നാവിക സേന. ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായ ഹാരപ്പ കണ്ടെത്തിയത് ദയാറാം സാഹ്നി. മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് വില്യം ജോൺസ്. ആദ്യ ജൈനമത സമ്മേളനം നടന്നതെവിടെ? പടലിപുത്രം. കാർഷിക പുരോഗതിക്ക് വേണ്ടി ജലസേചന പദ്ധതികൾ നടപ്പിലാക്കിയ തുഗ്ലക് ഭരണാധികാരി ഫിറോസ് ഷാ തുഗ്ലക്. മുഗൾ രാജവംശം നിലവിൽ വന്ന വർഷം 1526. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനം പിൻവാങ്ങിയ വിദേശ ശക്തി പോർച്ചുഗീസ്. പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗ്. ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന ദേശീയ സമിതി ലോക്പാൽ. 2017 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാര്? റാഫേൽ നഡാൽ. സർവീസിൽ നിന്നും വിരമിച്ച ആരെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്? ഹൈക്കോടതി ജഡ്ജി. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. ആരാണ് കല്ലിൽ പോക്കുടൻ? പരിസ്ഥിതി സംരക്ഷകൻ. നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ ആസ്ഥാനം വിശാഖപട്ടണം. കൊച്ചിയെയും ധനുഷ്കോടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത NH49. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഷിയോനാഥ്. നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ അരവിന്ദ് പണകാരി. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ ബൈ. താങ്ക് യു.